ടെമ്പോ ട്രാവലർ രംഗത്ത് ടെക്നീഷ്യനായി 25 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള എറണാകുളത്തുകാരൻ സാജിയേട്ടൻ്റെ വാക്കുകൾ. ഈ ട്രാവലറിന് അങ്ങനെ ഒരു ബ്രേക്കിന്റെ പ്രശ്നമില്ല. ഇല്ല. അതായത് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ പരിചയക്കുറവും അത് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ്. കൂടുതൽ അലർട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് വെച്ചാൽ നമ്മൾ ട്രാവലറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു അതിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടെക്നോളജിയാണ്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതാണ്. ട്രാവലർ ഇറങ്ങിയ കാലം തൊട്ട് ഈ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ബാക്കിൽ മാത്രമേ ഡ്രം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ബാക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് ഇപ്പോൾ ബാക്കിൽ ഡിസ്ക് ആക്കിയിരിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യാതെ ഇറങ്ങി വരിക. ബ്രേക്ക് യൂസ് ചെയ്യാതെ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി വരിക. കയറുന്ന ഗിയറിൽ ഇറങ്ങി വരാം. അങ്ങനെയല്ലോ നമുക്ക് ഒത്തിരി പേർക്കൊന്നും അതറിയില്ല. നമ്മള് പാർട്ടിക്കാരുടെ ആ ഒരു ആവേശമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഗിയറടിച്ച് സ്പീഡിൽ അങ്ങനെ ഇറങ്ങി പോരും. ബ്രേക്ക് യൂസ് ചെയ്ത് ഹെയർപിന്നൊക്കെ ഇറങ്ങി പോരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിസ്ക് ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റായ കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ ഈ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഏതെങ്കിലും സീൻ കാണുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനും അവിടെ നിർത്താൻ പറയും. അപ്പൊ അതിനും ബ്രേക്ക് അപ്പൊ നമ്മളവിടെ നിർത്തും. അവിടെ നിർത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് കാറ്റടിച്ച് തണുക്കും. ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റടിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, അറിയാലോ. അപ്പൊ എന്താ വെച്ചാൽ ഈ ഡിസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പാഡ് റിട്ടേൺ പോകും. ഡിസ്കിൽ നിന്ന് പാഡ് റിട്ടേൺ മാറിപ്പോകും. അകൽച്ചയായി ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഡ്രൈവർ അറിയുന്നില്ല. ഡ്രൈവർ പാർട്ടിക്കാർ വീണ്ടും ഫോട്ടോ എടുത്തൊന്ന് കയറി വണ്ടി എടുക്കും. 2 ഹെയർപിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ചവിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് ഉണ്ടാവില്ല. അവ നിർത്തി കൊടുത്തോ കുഴപ്പമില്ല. നിർത്തി കൊടുക്കുമ്പോൾ അവർക്ക് 1 മണിക്കൂറെങ്കിലും നിർത്തി കൊടുക്കണം.